നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ഈ മഹാഭാരതവും ഭഗവത്ഗീതയും നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവത്ഗീതയുടെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം. അതാണ് നമ്മുടെ കുറേ നാളായുള്ള ചർച്ചയുടെ വിഷയം. അതിൽ ദൈവീ സമ്പത്തിനെ നാം കഥകളിലൂടെ അടുത്ത് പഠിക്കുകയായിരുന്നു. ദൈവീ സമ്പത്തുകൾ വളരെ വിശദമായിട്ട് വ്യാസഭഗവാൻ ഗീതയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് സമ്പൂർണമായിട്ട് നമുക്ക് ഗ്രഹിക്കാനാകണമെങ്കിൽ അതിൻ്റെ ഹൃദയം നമുക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ മഹാഭാരതം കൂടി പഠിച്ചാലേ പറ്റൂ. അതല്ലെങ്കിൽ നാം ഈ വാക്കുകളുടെയും അവ പകരുന്നതായ ആശയത്തിൻ്റെയും ഒരു പങ്ക് മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. അതാണ് ഇത് മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഹൃദയമാണ്. അതറിയാൻ മഹാഭാരതം നമുക്ക് സഹായിക്കും. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേതെന്ന് വ്യാസൻ തന്നെ മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ ആ മഹാഭാരതത്തിൻ്റെ പ്രയോജനത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വേദാർത്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതാദി മഹാഗ്രന്ഥങ്ങൾ. പുരാണങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ വേദാർത്ഥം പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്നതായ ഭഗവത്ഗീത ഗ്രഹിക്കാൻ നമുക്ക് മഹാഭാരതം വേണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനാൽ നമ്മൾ ഈ ദൈവീ സമ്പത്തിലെ ഓരോ തത്വത്തെയും ഭാരതകഥയിലൂടെ കാണുവാനായി ശ്രമിക്കുന്നു. അഹിംസ, അതാണ് മഹാഭാരത കഥയിലൂടെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവീ സമ്പത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഹിംസ. അഹിംസ, അത് കഴിഞ്ഞാൽ സത്യം. വളരെ സ്പഷ്ടമായിട്ട് വ്യാസൻ പറയുന്നു. എന്താണ് അഹിംസ? മറ്റുള്ളവരോട് ദ്രോഹബുദ്ധി ഇല്ലായ്മ, അതാണ് അഹിംസ. അത് നാം വളരെ സ്പഷ്ടമായിട്ട് ഈ മഹാഭാരതത്തിൽ നാം നേരിട്ട് കാണുന്നു. ആദിപർവത്തിലെ വ്യാസകഥയെ നമ്മൾ നമ്മുടെ കൺമുന്നിൽ നേരിട്ട് കണ്ടു. എപ്പോഴും എല്ലാവരുടെയും ഹിതത്തിനു വേണ്ടിയിട്ട് അവരുടെ സമീപത്ത് വേണ്ടുന്ന സന്ദർഭത്തിൽ എത്തിച്ചേർന്ന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി അവരെ മുന്നോട്ട് നയിക്കുന്ന ആ ഹൃദയവിശാലത, അഹിംസ, അത് വ്യാസൻ്റെ ആ ഒരു ജീവിത സന്ദർഭത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനേക അവസരങ്ങളിൽ വ്യാസൻ മഹാഭാരതത്തിൽ ഇതേപോലെ ഓടിയെത്തുന്നുണ്ട്.
പാണ്ഡവന്മാരുടെ മുന്നിൽ അവർ ആപത്തിൽപ്പെട്ടിരുന്ന അവസരത്തിൽ എത്തുന്ന സന്ദർഭമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. കൗരവന്മാരുടെ മുന്നിലും അവരെ രക്ഷപ്പെടുത്താനായിട്ട് വ്യാസഭഗവാൻ എത്രയോ തവണ വന്നു. അതിലൊന്ന് നമ്മൾ ഭീഷ്മ പർവത്തിൽ നിന്ന്, അതിലെ 2-ാമത് അധ്യായത്തിൽ നിന്ന് പഠിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഉദ്യോഗപർവത്തിൽ യുദ്ധം നടക്കും എന്ന് തീരുമാനമായി. യുദ്ധം കൂടിയേ പറ്റൂ എന്ന ദുര്യോധനന് നിർബന്ധം. അങ്ങനെ യുദ്ധത്തിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുങ്ങി. അവരെല്ലാവരും കുരുക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. 2 സൈന്യങ്ങളും അഭിമുഖമായിട്ട് യുദ്ധം ആരംഭിക്കുവാൻ തയ്യാറെടുത്ത് അത്യുത്സാഹത്തോടുകൂടി അണിനിരന്ന് നിൽക്കുന്ന അവസരത്തിൽ നടക്കാൻ പോകുന്നതായ ഭീകരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ പരിണതി അത് എല്ലാവർക്കും ദുഃഖകരമായിരിക്കും എന്ന് അറിയുന്ന വ്യാസൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ഏറ്റവും പറ്റിയ ആളിൻ്റെ സമീപത്ത് എത്തിച്ചേരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നിർത്തുന്ന അവസരത്തിൽ നേരിട്ട് കണ്ടത്. ധൃതരാഷ്ട്രൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഒരു ആജ്ഞ കൊണ്ട് യുദ്ധം വേണ്ടെന്ന് വെക്കാനാകും. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയിട്ടാണ് ദുര്യോധനൻ യുദ്ധത്തിനായിട്ട് എല്ലാ പ്രകാരത്തിലും സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് പുറപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഭീഷണതകളെ ധൃതരാഷ്ട്രന് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം യുദ്ധം വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറായി എന്ന് വരാം. തയ്യാറാകേണ്ടതാണ്. പക്ഷേ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം തയ്യാറാവില്ല എന്നും വ്യാസൻ അറിയാം. എങ്കിലും നല്ലൊരു പരിശ്രമം അത് ചെയ്തേ പറ്റൂ. അത് ഭാവിയിലെങ്കിലും ധൃതരാഷ്ട്രന് അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മത്തിലെങ്കിലും നല്ല വഴി കാണിച്ചു കൊടുക്കാൻ പ്രയോജനപ്പെടും എന്ന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ, ഈ മഹാഭാരത കാവ്യം വായിക്കുന്ന ലോകത്തിന് മുഴുവൻ അത് ശരിയുടെ ബന്ധാവ്, ധർമ്മത്തിൻ്റെ ബന്ധാവ്, അഹിംസയുടെ ബന്ധാവിനെ കാണിച്ചു കൊടുക്കും. വ്യാസൻ അറിയാം. അതുകൊണ്ട് വ്യാസൻ അവിടെ എത്തി. വ്യാസൻ മഹാരാജാവിൻ്റെ മുന്നിൽ ചെന്നു. മഹാരാജാവ് തൻ്റെ പിതാവ് കൂടിയായിരിക്കുന്ന വ്യാസഭഗവാനെ യഥായോഗ്യം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിലൊന്നിലും നിൽക്കുന്നില്ല. ധൃതരാഷ്ട്രൻ വ്യാസനെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് അവിടെങ്ങുമല്ല. അങ്ങേയറ്റം ഉത്കണ്ഠിതമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. യുദ്ധത്തിൽ തൻ്റെ മകൻ ജയിക്കണം, പാണ്ഡവന്മാർ പരാജയപ്പെടണം എന്ന തീവ്രമായ അഭിനിവേശം. പക്ഷേ അതെങ്ങനെ സാധിക്കും? കടമ്പകളാണ് ഏറെ. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൂടാതെ ആകെ വ്യാകുലതയിൽ ഈ സംഭവങ്ങളെ മുഴുവൻ ഒരൊറ്റ വാക്കുകൊണ്ട് ദൂരേക്ക് അകറ്റുവാൻ ശേഷിയുള്ളയാൾ എന്ത് സംഭവിക്കും എന്നോർത്ത് പരിഭ്രമിക്കുന്ന വിധി വൈപരീത്യത്തെയാണ് നാം കാണുന്നത്. മനുഷ്യർ യോഗിയുടെ പദവിയിലെത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു രൂപം, ശക്തമായ രൂപം, ഭീകരമായ രൂപം നാം ഇവിടെ കാണുന്നു. ചക്രവർത്തിയായിരിക്കുന്നയാൾ പോലും അടിമയാണ്. ആരുടെ അടിമ? സ്വന്തം വാസനകളുടെ അടിമ. എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതാണ്. അവർ വിചാരിക്കുന്നത് ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ആ ഇഷ്ടമാണ് അവരുടെ ബന്ധനത്തിന് കാരണമായിരിക്കുന്ന ആനച്ചങ്ങല. ആ ഇഷ്ടങ്ങൾ എവിടെ നിന്ന് വരുന്നു? സ്വന്തം സ്വഭാവത്തിൽ നിന്ന് വരുന്നു, വാസനയിൽ നിന്ന് വരുന്നു. ആ വാസനകൾക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, സ്വന്തം വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തി എപ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ലല്ലോ. വാസനകൾ തെറ്റാണെങ്കിൽ പ്രവൃത്തിയും തെറ്റാകും. വിവേകമുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കും. പക്ഷേ അത് അംഗീകരിക്കാൻ ഒരിക്കലും അത്തരക്കാർക്ക് പറ്റില്ല. എന്താ? അവർ സ്വന്തം വാസനയുടെ അടിമയാണ്. ഇവിടെ ഈ മഹാരാജാവും എല്ലാ ശക്തിയും സ്വന്തം പക്കലുണ്ടെങ്കിലും അദ്ദേഹം അടിമയാണ്, സ്വന്തം വാസനയുടെ അടിമ. ആ വാസനകളെ ദുർബലപ്പെടുത്തി അതിനെ സമ്പൂർണമായിട്ടും അകറ്റണം
എന്നാണ് ഗീതാശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ള വഴിയും ഗീതാശാസ്ത്രം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്തിട്ടുണ്ട്. അതാണ് യോഗ പദ്ധതി. സാഖ്യമെന്നും യോഗമെന്നും രണ്ട് പദ്ധതികളാണ്, രണ്ട് സമ്പ്രദായങ്ങളാണ് ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സാഖ്യം പരമമായിരിക്കുന്ന സ്ഥാനമാണ്, പരമജ്ഞാനം, ബ്രഹ്മജ്ഞാനം. അതിലേക്ക് എത്താനുള്ള മാർഗം യോഗമാർഗമാണ്. ആ യോഗ പദ്ധതി കൂടി മാത്രമേ ആർക്കും സാഖ്യത്തിൽ എത്താൻ പറ്റൂ. സാഖ്യം ചെന്നെത്തേണ്ട സ്ഥാനം, പരമലക്ഷ്യം അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവം. നമുക്ക് അവിടെ എത്താനുള്ള മാർഗം യോഗ പദ്ധതി. ആ യോഗ പദ്ധതി എന്ത് ചെയ്യുന്നു? ആദ്യം അത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രതികൂലമായിരിക്കുന്ന എല്ലാ വാസനകളെയും ദുർബലപ്പെടുത്തി ദൂരീകരിക്കുന്നു. അത് കഴിഞ്ഞാലോ സാത്വിക വാസനകളെപ്പോലും ദൂരീകരിക്കുന്നു. സ്വർണച്ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും അത് ബന്ധനം തന്നെയാണ്. ആദ്യം ഇരുമ്പ് ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്നു, അവസാനം സ്വർണച്ചങ്ങലയും പൊട്ടിച്ചെറിയുന്നു. അങ്ങനെ പ്രകൃതി ബന്ധനങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ഈ മാർഗമാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്ന. എല്ലാ ഗ്രന്ഥങ്ങളും, ഭാരതീയമായ ശാസ്ത്രഗ്രന്ഥങ്ങൾ എല്ലാം കാണിച്ചു തരുന്നത് അതുതന്നെയാണ്. ആ യോഗ പദ്ധതിയിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് കർമ്മയോഗമാണ്. ആ കർമ്മയോഗം കൊണ്ടാണ് ഉള്ളിൽ കിടക്കുന്നതായ ബലിഷ്ഠങ്ങളായ വാസനകളെ പരിപൂർണമായിട്ടും തുടച്ചു നീക്കാനാവുക. ഒരു ദിവസം കൊണ്ടത് സാധിക്കില്ല. അനേക ജന്മങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നു എന്ന് വരാം. പക്ഷേ അതിൻ്റെ പ്രവർത്തന പന്ഥാവതാണ്. ദുഷ്ടമായിരിക്കുന്ന വാസനകൾ, നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാസനകൾ, അതിനെ ദുർബലമാക്കി നമ്മുടെ അടിമയാക്കി നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ ദുഷ്ടവാസനകളെ ദൂരീകരിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ അതിനെ ദൂരീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചില്ലെങ്കിലോ ധൃതരാഷ്ട്രന്റെ ഗതി വരും. എല്ലാം അറിയാം, പക്ഷേ അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല. അതാണ് ജാനാമി ധർമ്മം. എനിക്ക് ധർമ്മം അറിയാം. ധൃതരാഷ്ട്രൻ തന്നെ പറഞ്ഞ കാര്യമാണിത്. എനിക്ക് ധർമ്മം എന്തെന്നറിയാം, അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. നച്ചമേ പ്രവൃത്തി. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കത് പ്രവർത്തിക്കാനാകുന്നില്ല. എന്താ മകനോടുള്ള പ്രിയത, അത് ഇങ്ങോട്ട് പിടിക്കുന്നു. ജാനാമ്യ അധർമ്മം. അധർമ്മം എന്തെന്നും എനിക്ക് വ്യക്തമായി അറിയാം. ഞാൻ ഈ ചെയ്യുന്ന അധർമ്മമാണെന്ന് എനിക്കറിയാം. അതാണ് ധൃതരാഷ്ട്രം പറയുന്നത്. പക്ഷേ നച്ചമേ നിവൃത്തി. എനിക്ക് ആ ധർമ്മത്തിൽ നിന്നിട്ട് വിമുക്തനാകാനാകുന്നില്ല. അതിന് കാരണം വാസനകൾ നമ്മുടെ പുറത്ത് ചെലുത്തുന്നതായ സ്വാധീനമാണ്. അത് നമ്മെ ബന്ധിക്കുന്നു. ആ കഷ്ടപ്പാട് നാം ഇവിടെ കാണുന്നു. അത് 18 അക്ഷൗഹിണികളെ വിനാശത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഭീകരമായ പതനം. അത് വ്യാസൻ വളരെ സ്പഷ്ടമായി അതിൻ്റെ ഗൗരവം തൻ്റെ പുത്രൻ കൂടിയായിരിക്കുന്ന മഹാരാജാവിനെ അറിയിക്കുകയാണ്. രാജൻ പരീതകാലാസ്തേ പുത്രശ്ച അന്യേച പാർത്ഥിവാഹ തേ ഹിംസന്തീവ സംഗ്രാമേ സമാസാദ്യ ഇതരേതരം. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മക്കളുണ്ടല്ലോ കാലത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞു തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്? കാലത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ കാലം അവരെ അങ്ങോട്ട് മൃത്യുവിലേക്ക് വലിച്ചഴച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മക്കളെ മാത്രമല്ല, അതേപോലെ അനേകം രാജാക്കന്മാരെയും അവരെല്ലാം ഈ കാലം മൃത്യുഗേഹത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പുത്രനെ രാജാവായി കാണണം എന്നുള്ള അമിതാഗ്രഹം കൊണ്ടാണ് മഹാരാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രൻ ഈ യുദ്ധത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ വ്യാസൻ ആദ്യമേ ബോധിപ്പിച്ചു, അങ്ങയുടെ മക്കൾ എല്ലാവരും കാലത്തിൻ്റെ പിടിയിലാണ്. ചക്ഷുശ്രവണ ഗളസ്തമാന്തർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ നേടുന്നു. പാമ്പിൻ്റെ തൊണ്ടയിലിരിക്കുന്നതായ തവള
ഇനി ഒരു നിമിഷം പോലും അതിന് ആയുസ്സുണ്ടോ എന്ന് സംശയം. അടുത്ത നിമിഷത്തിൽ അത് പാമ്പിൻ്റെ ഉള്ളിലാകും. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നു. മുന്നിലേ പറന്നു പോകുന്ന ഈച്ചയെ പിടിക്കാനായിട്ട് നാക്ക് നീട്ടി ശ്രമിക്കുന്നു. അതേ പ്രകാരത്തിൽ കാലമാകുന്ന പാമ്പിനാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ജീവന്മാരും അലോല ചേതസ ഇളകിമറിയുന്ന മനസ്സോടുകൂടിയിട്ട്, കൊതിപൂണ്ട മനസ്സോടുകൂടിയിട്ട് ഈ പ്രാപഞ്ചികമായ സുഖങ്ങളെ, തനിക്ക് യഥാർത്ഥത്തിൽ അർഹമല്ലാത്തതായ സുഖങ്ങളെ അത് നേടിയെടുക്കാൻ വേണ്ടി പല പ്രകാരത്തിലുള്ള കപടതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.